ഹലോ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഭൂമി എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഒരു വീഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ. നോക്കുക, ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്ന സമയം എപ്പോഴാണ്? നോക്കുക, അത് സൂര്യോദയത്തിന് തൊട്ടു മുമ്പാണ്. ഓർത്ത് വയ്ക്കുക, എന്താണ്? സൂര്യോദയത്തിന് തൊട്ടു മുമ്പ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ഭൂമിയുടെ ചരിത്ര പഠനത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്ന ശാസ്ത്ര ശാഖ ഏതാണ്? ഓക്കെ, ഭൂമിയുടെ ചരിത്ര പഠനത്തിന്റെ അടിത്തറ. ഉത്തരം സ്ട്രാറ്റോഗ്രഫി. ഓർത്ത് വയ്ക്കുക, എന്താണ്? സ്ട്രാറ്റോഗ്രഫി. ദെൻ ഓസോൺ വാതകത്തിന്റെ സാന്നിധ്യമുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ വാതകത്തിന്റെ സാന്നിധ്യമുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ. പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് തീർക്കാം. ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി, ഉൽക്കകളൊക്കെ വരുന്ന സമയത്ത് അത് കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളിയാണ് മെസോസ്ഫിയർ. എന്താണ്? മെസോസ്ഫിയർ. ദെൻ 24 ഇവിടെ നോക്കാം. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണ്? ഓർത്തു വയ്ക്കുക, ഉത്തരം നെതർലാൻഡ്സിലെ റോട്ടർഡാമിലാണ്. നെതർലാൻഡ്സിലെ റോട്ടർഡാം. ദെൻ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച നിഗമനങ്ങൾ രൂപപ്പെടുത്താൻ സഹായകമല്ലാത്തത് ഏതെന്ന്? സഹായകമല്ലാത്തത്. നോക്കുക, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗ ചലനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയിലെത്തുന്ന വസ്തുക്കൾ, വിവിധ സ്ഥലങ്ങളിലെ മണ്ണിന്റെ ഘടന വിശകലനം ചെയ്യൽ. ഓക്കെ, അപ്പൊ സഹായകമല്ലാത്തത് ഓർത്തു വയ്ക്കുക, എന്താണ്? വിവിധ സ്ഥലങ്ങളിലെ മണ്ണിന്റെ ഘടന വിശകലനം ചെയ്യൽ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഭാഗം എവിടെയാണ്? അസ്തനോസ്ഫിയർ നോക്കി വയ്ക്കുക. ശിലാമണ്ഡലത്തിന് താഴെ അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ്. ശിലാമണ്ഡലത്തിന് മുകളിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ്. ശിലാമണ്ഡലത്തിന് മുകളിൽ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. ശിലാമണ്ഡലത്തിന് താഴെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. ഓർത്തു വയ്ക്കുക, ശിലാമണ്ഡലത്തിന് താഴെ അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയാം. ദെൻ അടുത്തത്, ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ. നമുക്ക് അറിയാലേ എളുപ്പത്തിൽ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിനൊക്കെ യൂസ് ചെയ്യുന്നു. അതേപോലെ ഓർത്ത് വയ്ക്കുക, നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില ഒരു കൃത്യ അളവിൽ നിലനിർത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ്. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷ പാളിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ട്രോപ്പോസ്ഫിയർ കേട്ടോ. നോക്കാം, ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഉയരക്രമം അനുസരിച്ച് നിശ്ചിത തോതിൽ താപം കൂടുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ്. ഭൗമ ഉപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരമുണ്ട്. ഓർത്തു വയ്ക്കുക, എന്താണ്? ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഉയരക്രമം അനുസരിച്ച് നിശ്ചിത തോതിൽ താപം കൂടുന്നു. ഒക്കെയാണല്ലോ. അടുത്ത ചോദ്യം, അന്തരീക്ഷ മർദ്ദത്തിന്റെ അടിസ്ഥാനം എന്താണ്? വായുവിന്റെ ഭാരമാണോ, വായുവിന്റെ ചലനമാണോ, വായുവിന്റെ ആർദ്രതയാണോ, അതായത് ജലാംശത്തിന്റെ അളവാണോ, അതോ ഇവയെല്ലാമാണോ? അതായത് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവിന്റെ ഭാരമാണ്. വായു അന്തരീക്ഷത്തിൽ ചെലുത്തുന്ന ഭാരമാണ് മർദ്ദം എന്ന് പറയുക, അല്ലെ? അടുത്ത ചോദ്യം, പർവ്വത ആരോഹരുടെ മൂക്കിൽ നിന്നും രക്തം വരാനുള്ള കാരണം എന്താണ്? അപ്പൊ നിങ്ങൾ ഓർത്തു വയ്ക്കുക, നമ്മുടെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ മലയുടെ മുകളിലൂടെ പോകുന്ന സമയത്ത് അവിടെ മർദ്ദം കുറയുന്നു, അല്ലെ? നമ്മുടെ താഴെയുള്ള, അതായത് അത്രയും വായു താഴത്തോട്ട് എന്ത് ചെയ്യുന്നു? മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നോക്കുക, ഇത് ഭൂമിയാണെന്ന് വിചാരിക്കുക, ഇതൊരു പർവ്വതം. ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ കേട്ടോ. ഇവിടെ എന്തായിരിക്കും? മർദ്ദം അത്രയും ഉണ്ടായിരിക്കും, അല്ലേ? ഇവിടെയൊക്കെ ആവുന്ന സമയത്ത് എന്താണ്? മർദ്ദം കുറവാണ്, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? മർദ്ദം കുറയുന്ന സമയത്ത്, ഉയരം കൂടും തോറും അന്തരീക്ഷത്തിന്റെ മർദ്ദം കുറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും?
പെട്ടെന്ന് പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് മൂക്കിൽ നിന്നും രക്തം വരാനുള്ള കാരണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോയി. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് USSന് വേണ്ടി അപ്പിയർ ചെയ്യുന്ന സമയത്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.